നമസ്കാരം. അന്യൻ സിനിമയിലെ നായകനെ പോലെ പലമട്ടിൽ സംസാരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ചുട്ട മറുപടിയുമായി കോൺഗ്രസ് രംഗത്തു വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ താൻ ഹിന്ദു മുസ്ലിം കാർഡ് പ്രയോഗിച്ചിട്ടില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാദത്തെ നിരാകരിച്ച കോൺഗ്രസ് ആക്രമണം ശക്തമാക്കി. നരേന്ദ്രമോദി കള്ളം പറയുന്ന ആളാണെന്ന കാര്യം രാജ്യത്തിന് നന്നായി അറിയാമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് സാമൂഹ്യ മാധ്യമമായ എക്സിൽ പ്രതികരിച്ചു. പ്രധാനമന്ത്രി ഒരു പെരും നുണയനാണെന്ന് രാജ്യത്തിന് വളരെ നന്നായി അറിയാം. നുണ പറയുന്നതിൽ മോദി എത്രത്തോളം തരം താഴ്ന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഹിന്ദു മുസ്ലിം രാഷ്ട്രീയം കളിക്കാറില്ലെന്ന അദ്ദേഹത്തിന്റെ പുതിയ അവകാശവാദം. 2024 ഏപ്രിൽ 19 മുതൽ പ്രകടമായും നിർലജ്ജമായും മോദി എത്രമാത്രം വർഗീയതയുടെ ഭാഷയും ചിഹ്നങ്ങളും ഉപയോഗിച്ചെന്നും പരോക്ഷമായ പ്രസ്താവനകൾ നടത്തിയെന്നുമുള്ള കാര്യം പൊതുജന സമക്ഷത്തിലുണ്ട്. മോദി അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന് ഇതെല്ലാം മായ്ച്ചു കളഞ്ഞാലും അത് നമ്മുടെയെല്ലാം ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയാൻ സാധിക്കില്ല. ഞങ്ങൾ ഇക്കാര്യം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. നടപടി കൈക്കൊള്ളേണ്ടതായിരുന്നുവെങ്കിലും ദൗർഭാഗ്യവശാൽ അങ്ങനെ ഉണ്ടായില്ല എന്ന് ജയറാം രമേശ് തന്റെ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. പുറത്തു പോകുന്ന പ്രധാനമന്ത്രിക്ക് പ്രചാരണത്തിന്റെ ആദ്യാവസാനം ഹിന്ദു മുസ്ലിം അജണ്ടയല്ലാതെ വേറെയൊന്നും ഉണ്ടായിരുന്നില്ല. പൊരുത്തമില്ലാത്തതും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമായ വാക്കുകൾ നിറച്ച അദ്ദേഹത്തിന്റെ സ്വന്തം ഫോട്ടോകൾ നിരത്തിയ BJPയുടെ പ്രകടന പത്രികയ്ക്ക് കളം പിടിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പൊതുഖജനാവിന് വലിയ നഷ്ടം വരുത്തിക്കൊണ്ട് പ്രചരിപ്പിച്ച മോദിക്ക് ഗ്യാരണ്ടിയും ഫലം കണ്ടില്ല. 400 സീറ്റിൽ കൂടുതൽ നേടുമെന്ന വാദം കുഴിച്ചു മൂടപ്പെട്ടു. എല്ലാ ഇന്ത്യക്കാർക്കും വളർച്ച ഉറപ്പാക്കാനുള്ള കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും അജണ്ടയെക്കുറിച്ച് കള്ളവും അസത്യവും പ്രചരിപ്പിക്കുക എന്നതു മാത്രമാണ് അവസാനമായി അദ്ദേഹം പ്രചാരണം കൊണ്ട് കിണഞ്ഞു പരിശ്രമിക്കുന്നത് എന്നും ജയറാം രമേശ് കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഹിന്ദു മുസ്ലിം വിഭാഗീയതയ്ക്ക് ശ്രമം നടത്തിയെന്ന തനിക്കെതിരായ ആരോപണത്തെ പ്രതിരോധിച്ച് ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു. ഹിന്ദു മുസ്ലിം കാർഡ് കളിക്കുന്ന ദിവസം മുതൽ താൻ പൊതുപ്രവർത്തനത്തിൽ നിന്ന് അയോഗ്യനായി മാറുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യം വെച്ച് നടത്തിയ പ്രസംഗങ്ങൾ ഏറെ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ ഇത് സംബന്ധിച്ച വിശദീകരണം പ്രധാനമന്ത്രി നൽകിയത്. തൊട്ടടുത്ത ദിവസം പറഞ്ഞതെല്ലാം വിഴുങ്ങിയ മോദി വീണ്ടും മുസ്ലിം വിദ്വേഷം ഊതിക്കത്തിക്കുന്ന പ്രസ്താവനകളിലേക്ക് തന്നെ മടങ്ങി. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പ് 4 ഘട്ടം പിന്നിട്ടപ്പോൾ നില പരുങ്ങലിലാണെന്ന നിരീക്ഷണങ്ങൾ ആവർത്തിച്ചു വരുന്നതിനെ തുടർന്ന് ഏത് വിധേനയും സീറ്റുകൾ നിലനിർത്താൻ വേണ്ടിയാണ് മോദി വീണ്ടും സ്പർദ്ധയുടെ വാക്കുകളിലേക്ക് മടങ്ങിയത്. ഇതുകൊണ്ടും ഫലമുണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം.